ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മന്ത്രിസഭ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ അതിനകത്ത് പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് അദ്ദേഹത്തിന് വളരെ എങ്ങനെ പണിപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല. നിതീഷ് കുമാറിനെയും അതേപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിനെയും ഒതുക്കാൻ പറ്റി എന്നുള്ളൊരു സത്യമാണ്. 2 മന്ത്രിമാർ വീതമാണ് ഓരോ ക്യാബിനറ്റ് മന്ത്രിമാരുടെ പോസ്റ്റും ഓരോ സഹമന്ത്രിമാരുമാണ് അവർക്ക് കൊടുത്തത്. 16 സീറ്റ് വാങ്ങിയ ആളാണ് നമ്മുടെ TDPയുടെ നേതാവായിട്ടുള്ള ശ്രീ ചന്ദ്രബാബു നായിഡു. അത് അദ്ദേഹത്തിനെ എങ്ങനെ ഈ രീതിയിലേക്ക് 2 സീറ്റിലേക്ക് ഒതുക്കാൻ പറ്റി, ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല. എന്തോ അതിൻ്റെ പുറയിൽ എന്തോ ഒരു ഹിഡൻ അജണ്ട കാണും. ഇല്ലെങ്കിൽ അവർ രണ്ടും ഈ രീതിയിലേക്ക് ഒതുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത വളരെ വിരളമാണ്. അത് പക്ഷേ ഇതെന്നത്തേക്കുമുള്ള ഒരു ഒതുങ്ങലായിട്ട് നമുക്ക് കണക്കാക്കാനും ഒക്കത്തില്ല. ഈ പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്, അല്ലാതെ ഭയന്നല്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കണം ചിലപ്പോൾ. അങ്ങനെ ആകാനും സാധ്യതയുണ്ട്, ആകാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ പുറയിലുള്ള കാര്യം എന്താണെന്ന് അറിയില്ല. ഇനി കാത്തിരുന്ന് കാണാം. ഏതായാലും ഇതൊരു ശാശ്വതമായ ഒരു രീതിയിലേക്ക് ഇതങ്ങോട്ട് മുമ്പോട്ട് പോകും എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ 30 അംഗ ക്യാബിനറ്റ് മന്ത്രിമാരിൽ 26 എണ്ണവും യഥാർത്ഥത്തിൽ വച്ചേക്കുന്ന BJP ആണ്. ആ മെയിനായിട്ടുള്ള എല്ലാ പോർട്ട്ഫോളിയോയും അവർ കൈവശം വെക്കും എന്നുള്ളതാണ് അറിയുന്നത്. കാരണം ഇത് അതുവരെ തീരുമാനം വെളിയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് അറിയില്ല. ഇനി ഇത് വേണ്ടാന്ന് പറഞ്ഞ ഒരാൾ അജിത് പവാറാണ്. അജിത് പവാറിൻ്റെ പാർട്ടിയാണ്. അതായത് NCPയുടെ, അതായത് വിമതൻ എന്ന് നമുക്ക് പറയുന്ന ഇപ്പം ശരത് പവാർ ഒറിജിനൽ ഇതുണ്ടാക്കിയ ആൾ ഇപ്പം വിമതനും ഇത് കണ്ടുകൊണ്ടിരുന്ന ആൾ അനന്തരവൻ ഇപ്പോൾ യഥാർത്ഥ പാർട്ടിക്കാരനുമായിട്ട് മാറിയ ഒരു കാലമാണ്. പക്ഷേ ശരത് പവാറിൻ്റെ ആ പ്രഭാവത്തെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അജിത് പവാർ തകർന്ന് തരിപ്പണമായി. ഇനി അണികൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമെന്നുള്ളതാണ്. തിരിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. പക്ഷേ ശരത് പവാർ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ചെന്നാലും. പക്ഷേ അജിത് പവാറിന് ഇനി പഴയ ഇപ്പോൾ ഉണ്ടാക്കിയ പ്രഭാവത്തോടു കൂടി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരിക്കലും പറ്റുന്നതല്ല. കാരണം ശരത് പവാറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജനസമ്മതിയെയും അദ്ദേഹത്തിൻ്റെ അവിടെ ഉള്ള പ്രാധാന്യത്തെയും ഒരിക്കലും ഒന്നും ഇത് മൂലം ഒന്നും അഡ്വേഴ്സായിട്ട് ബാധിച്ചില്ല, പ്രതികൂലമായിട്ട് ബാധിച്ചില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്നിട്ടും അവർ പറഞ്ഞു അതിൽ 2 പേരേ ഉള്ളൂ അജിത് പവാറിൻ്റെ ഭാഗത്തു നിന്നുള്ള, അതിൽ നിന്ന് മത്സരിച്ചത് ജയിച്ചത് 2 പേരാണ്. അതിൽ പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന ആളാണ് വളരെ സീനിയറായിട്ടുള്ള ആൾ. അപ്പോൾ അവർ തമ്മിൽ ഈ മന്ത്രിസ്ഥാനം ആർക്ക് വേണമെന്നുള്ളതിനെ കുറിച്ച്. അത് മാത്രമല്ല അവർക്ക് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ട് തന്നെ വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് അവർ യഥാർത്ഥത്തിൽ അതുകൊണ്ട് സ്വീകരിച്ചില്ല. അപ്പോൾ ഇതിന് അതായത് ഒരു അതായത് നമ്മുടെ ഈ ജഡ്ജിമാർക്കുള്ളതുപോലെ സത്യപ്രതിജ്ഞയ്ക്കുള്ളതുപോലെ തന്നെ ഈ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാറണ്ട് ഓഫ് അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഒരു വാറണ്ട് വരും. ഈ വാറണ്ടിനകത്ത് അവർ യൂണിയൻ, അതായത് ഈ ക്യാബിനറ്റ് മിനിസ്റ്ററാണോ സ്റ്റേറ്റ് മിനിസ്റ്ററാണോ എന്നുള്ളതെല്ലാം കാണും അതിനകത്ത്. അങ്ങനെ കണ്ടപ്പോഴാണ് സ്റ്റേറ്റ് മിനിസ്റ്റർ എന്നുള്ള പോസ്റ്റ് വേണ്ട എന്ന് അവർ തീരുമാനിച്ചത്. ഇത് എത്ര നാൾ ഈ വണ്ടി മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം ഈ ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ തന്നെ ഏത് നിമിഷവും നിറം മാറുന്ന നിതീഷ് കുമാറിനെയൊക്കെ കൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ പടലപ്പണങ്ങളായി അജിത് പവാർ വിഭാഗം ഇടഞ്ഞു നിൽക്കുകയാണ്. ഇനി ഓരോരുത്തർ ഇതിൽ നിന്ന് മാറും. അതിന് ഒരുപാട് സാധ്യത കാണുന്നുണ്ട്. കാരണം നിതീഷ് കുമാർ 12 സീറ്റുള്ള ആളിന് കിട്ടിയത് വെറും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും ഒരു സഹമന്ത്രി സ്ഥാനവുമാണ് കിട്ടിയത്. അതുകൊണ്ടൊന്നും അവർ തൃപ്തിപ്പെടുമെന്ന് നമുക്ക് തോന്നുന്നില്ല, പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ശ്രീ ചന്ദ്രബാബു നായിഡു 16 MP ഒരു പാർട്ടിയാണ്. ആ 16 MP പാർട്ടിക്ക് എന്ത് കിട്ടണം എന്ന് നമ്മളൊരു റേഷ്യോ നോക്കിയാൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ മതിയോ? BJPയുടെ MP എണ്ണം നോക്കുമ്പോൾ അവർക്ക് 26 ക്യാബിനറ്റ് മിനിസ്റ്റർഷിപ്പ്, അവർക്ക് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്
ഇതിനെ കൊടുക്കുന്നെങ്കിൽ എടുക്കുന്നെങ്കിൽ അവരെടുക്കുന്നെങ്കിൽ കൊടുക്കല്ലേ എടുക്കുന്നെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 9ഓളം MP-മാർക്ക് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ എന്നുള്ള ഒരു കണക്ക് എടുത്തുള്ളതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വന്നാൽ ഈ 16 പേരെ ഉണ്ടായിരുന്നല്ലോ ഈ തെലുങ്ക് ദേശത്തിന് TDPക്ക്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു 1.25 MP-യുടെ 1.25 ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ഇത് വരും. അപ്പോൾ 2 ക്യാബിനറ്റ് മിനിസ്റ്ററെ അറ്റ്ലീസ്റ്റ് തെലുങ്ക് ദേശത്തിന് കൊടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിൻ്റെ നിലനിൽപ്പിന് അത് അത്യന്താപേക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ഇനി ബാക്കിയുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് അവരൊക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്, നമ്മളല്ല. പിന്നെ ഇതിനകത്ത് കണ്ട ഏറ്റവും വലിയൊരു യഥാർത്ഥത്തിൽ ഒരു പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദി കൊണ്ടു നടന്ന വർഗീയ വിഷം വിളമ്പിക്കൊണ്ട് നടന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുതിയതായിട്ടൊരു കാഴ്ചപ്പാട്, നമ്മളൊരു പുതിയ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പുതിയ നരേന്ദ്രമോദി അങ്ങോട്ട് ചെല്ലുന്നു, ഭരണഘടന എടുത്ത് ഉമ്മ വെക്കുന്നു. ഭരണഘടന എടുത്ത് ഇന്ന് വരെ ഭരണഘടന എന്ന് പറയുന്ന സാധനം തുറന്നു നോക്കിയിട്ടില്ലാത്ത ഒരാളാണ്. അത് എടുത്തിട്ട് ഉമ്മ വെക്കുന്നു, അത് കാണുന്നു, അതിനകത്ത് പോയിട്ട് അതിനെ വന്നിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ആരാണെന്ന് പോലും അറിയാൻ വയ്യാതിരുന്നു അദ്ദേഹത്തിന്. ആറ്റൻബറോയുടെ സിനിമ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഗാന്ധിജി ആരാണെന്ന് മനസ്സിലായത്. ഗുജറാത്തിലാണ് ജനിച്ചെങ്കിലും അങ്ങനെയുള്ള ആളിന് ഇപ്പോൾ നേരെ മഹാത്മാഗാന്ധിയുടെ ഗാന്ധി സമാധിയിൽ പോയി പുഷ്പാർച്ചനയൊക്കെ നടത്തിയിട്ട് പോകണം എന്നൊരു തോന്നലുണ്ട്, ഒരു ബോധമുണ്ടായി. നല്ല കാര്യമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യക്കാരനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഭരണഘടന, ഈ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയാണ് എല്ലാം, ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത്, ഇനിയും ഭരണഘടനയ്ക്ക് വേണ്ടി ജീവിക്കും. ആ ഭരണഘടനയ്ക്കകത്ത് ഈ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അതിൻ്റെ പ്രിയാമ്പിൾ എഴുതി ചേർത്തുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ ഡെമോക്രസി ഉണ്ട്. ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ വിദേശ പ്രസംഗങ്ങൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത് യഥാർത്ഥത്തിൽ ഭരണഘടന ഒരു ഭേദഗതി വേണം എന്ന് തന്നെയായിരുന്നു. കാരണം സെക്യുലറിസം എന്നുള്ളത് എടുത്ത് കളയണം, അതേപോലെ തന്നെ ഡെമോക്രസി എന്നുള്ളതും എടുത്ത് കളയണം എന്ന് നമുക്ക് തോന്നിപ്പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സന്തോഷമുള്ളത്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഭരണഘടനയെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യക്കാരനായിട്ട്, ഒരു ഇന്ത്യൻ പൗരനായിട്ട് മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി തന്നെയാണ്. കാരണം ഇത് കേട്ടു സൂചിച്ച് ആരും ഇഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ ഹിന്ദുക്കൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് അദ്ദേഹം തിരിച്ചറിയുന്നത് താമസിച്ചാണ്. അയോധ്യയെ തന്നെ ഒന്ന് കാണാമല്ലോ, രാമക്ഷേത്രം, അവിടെ പോയി എന്തൊക്കെ സർക്കസാണ് കാണിച്ചത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിചാരിച്ചു അതെല്ലാം തൂത്തു വരാമെന്ന് വിചാരിച്ചു. ആ അയോധ്യയിലെ എത്ര വോട്ടിനാ പരാജയപ്പെട്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ ഒരു ദളിത് സഹോദരനാണ് പരാജയപ്പെടുത്തി നശിപ്പിച്ചത്, ഇവരെ കളഞ്ഞത് BJPയെ. നമുക്കത് നോക്കാം. അപ്പോൾ അത് അയോധ്യയിൽ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ വ്യത്യാസത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ജനവിധി തന്നെയാണ് ഈ വരാൻ കാരണം, ഈ രീതിയിലേക്ക് മാറാൻ കാരണം. എങ്കിലും ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മുസ്ലിം വിരോധം അത് കളഞ്ഞതായിട്ട് വരും എന്ന് വിചാരിച്ചു. ഈ മുസ്ലിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞില്ല, എന്തോ ഒരു നികൃഷ്ട ജീവി എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കാം അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത്. നമുക്കങ്ങനെ തോന്നുന്നത്. കാരണം ഈ പറയുമ്പോഴെല്ലാം മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്താണ് പറയുന്നത്. ഇവിടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്ന കാര്യം ശ്രീ അമിത്ഷാ പറഞ്ഞത് കേട്ടു. എന്തോന്നറിയാം, അത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമെന്നല്ല പറഞ്ഞേ, മുസ്ലിം പേഴ്സണല്ല ഇല്ലാതാക്കുമെന്നാണ്. അപ്പോൾ ഇതാരെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലായല്ലോ. വേറെ ആരെ ഉദ്ദേശിച്ചല്ല, ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നില്ല സിനിമയെ പറയുന്ന മാതിരി ഇത് മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ്, അല്ലാതെ വേറെ ആരെയും ഉദ്ദേശിച്ചല്ല, മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇരുന്ന് ആ വിരോധം കളഞ്ഞു കാണുമെന്ന് നമ്മളൊന്ന് ധരിച്ചു പോയി. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. കളഞ്ഞിട്ടില്ല. കാരണം ഇതുവരെ ഉണ്ടായ BJP മന്ത്രിസഭയിലെല്ലാം മുസ്ലിം പ്രാതിനിധ്യം ഒരു പേരിനെങ്കിലും ഉണ്ടായിരുന്നു, തുടക്കത്തിലെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കാണാം. പക്ഷേ ഇപ്പോൾ പേരിന് പോലും ഒന്നില്ല. 26 MP-മാർ ജയിച്ചു വന്നിട്ടുണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന്. പക്ഷെ അതൊക്കെ മിക്കതും എല്ലാം പ്രതിപക്ഷത്തു നിന്നാണ്. അത് കാരണം അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന് അല്ലാതെ തന്നെ ചെയ്യാമല്ലോ. രാജ്യസഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രീ ജോർജ് കുര്യനൊക്കെ കൊടുത്ത സമയത്ത് അവിടെ ക്രിസ്ത്യൻ പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയാണ് ഈ കൊടുത്തേക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളെക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ്. അവർക്ക് പ്രാതിനിധ്യം വേണ്ട, കാരണം അവർ ഇന്ത്യക്കാരല്ല. ആ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വികലമായ കാഴ്ചപ്പാട്.
അത് വളരെ തെറ്റാണ്. ഇത് തെറ്റായ ഒരു പ്രവണതയാണ്. സെക്യുലറിസം കൊണ്ടു നടക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ ഉമ്മ കൊടുത്ത് അതും കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അന്നേരം മനസ്സിലാക്കണം ഇവിടുത്തെ എല്ലാ മതങ്ങളും ഒരുപോലാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടെ വേണം. ഇല്ലെങ്കിൽ ഒരിക്കലും ഭരണഘടനയെ വിശ്വസിക്കുന്ന ഒരാളെന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയും മന്ത്രിമാരെ കൊടുത്തല്ലേ 72 എണ്ണം. ഈ 72 എണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം, ഒരു വകുപ്പ് ഒന്നുമില്ല, വകുപ്പ് ഇല്ല മന്ത്രിയായിട്ടെങ്കിലും ഒരു മുസ്ലിമിനെ അതിനകത്ത് കയറ്റാമായിരുന്നല്ലോ. അത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരു സന്തുലിതാവസ്ഥ, അതായത് ക്രിസ്ത്യാനിയുടെ ഇന്ന് റെപ്രസെൻറ്റേഷന് വേണ്ടി ശ്രീ ജോർജ് കുര്യന് കൊടുത്തത് നല്ലതേ ഉള്ളൂ, മലയാളിയാണ്, സന്തോഷമാണ്. കൊടുത്തതുപോലെ വേറെ ഒരു മുസ്ലിമിനെ പിടിച്ച് കൊടുക്കാമായിരുന്നല്ലോ. അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അതെല്ലാം തിരിച്ചടികൾ വരുന്ന കാര്യം തന്നെയാണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. അതാ വേണ്ടത്. വളരെ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ചില തീരുമാനങ്ങളാണ് ഉള്ളത്. ഇത് ഈ ഡിസ്പാരിറ്റി മൂലം തന്നെ, അതായത് ഈ മന്ത്രിമാരെ എടുത്തേക്കുന്നതിൽ ഇത്രയും മന്ത്രിമാരെയൊക്കെ BJP എടുക്കുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെയൊക്കെ ഈ ഘടകകക്ഷികൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളായിരുന്നു. പ്രത്യേകിച്ച് TDPക്ക്. കാരണം അവർ 16 ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിതീഷ് കുമാറിന് കുറച്ചുകൂടെ കൊടുക്കാവുന്നതായിരുന്നു. അത് കൊടുക്കാതിരുന്നത് ഒരു തെറ്റായ തീരുമാനമാണെന്ന് തോന്നുന്നു. അത് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമായിട്ട് ബാക്കിയുള്ള തീരുമാനം അവരുടേതാണ്. പക്ഷേ ഇവരെ എത്ര നാൾ ഇവരെ മെരുക്കിക്കൊണ്ട് പോകാം ഇത് കൊടുത്തോണ്ട് എന്ന് ഉള്ളത് സംശയമുണ്ട്.